പ്രഥമ വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യ കബറിട ദൈവാലയം 2024-25 സ്ലീവ എന്ന പേരിൽ അൽഫോൻസിയൻ ആത്മീയ വർഷമായി ആഘോഷിക്കുന്നു. ഭരണങ്ങാനം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അനുദിനം എത്തുന്ന അൽഫോൻസ ഭക്തർക്ക് ആത്മീയ ഉണർവിന്റെ 50 പ്രോഗ്രാമുകളാണ് അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. 36 വർഷങ്ങൾ മാത്രം ജീവിച്ച അൽഫോൻസ ദൈവാനുഭവത്തിന്റെയും അതിതീവ്ര സഹനങ്ങളുടെയും അതിവിശാലമായ സാഹോദര്യത്തിന്റെയും പുണ്യമായിരുന്നു. അൽഫോൻസാമയുടെ വിശുദ്ധ സ്മരണയിൽ നാട് ഉണരുന്നതിന് സഹായകമായ കർമ്മപരിപാടികളാണ് സ്ലീവയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആത്മീയ സാധനയെ സംബന്ധിച്ച ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ നടത്തുന്ന അൽഫോൻസ പഠന ശിബിരങ്ങൾ ഉൾപ്പെടെ നിരവധി തലങ്ങളിലാണ് സ്ലീവ ക്രമീകരിച്ചിരിക്കുന്നത്. സ്ലീവ അൽഫോൻസിയൻ ആത്മീയ വർഷ പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം തീർത്ഥാടന കേന്ദ്രത്തിൽ ഞായറാഴ്ച രാവിലെ 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിക്കും. 2024 മെയ് 19 അന്ന് പെന്തക്കോസ്താ തിരുനാളാണ്. രാവിലെ 8 മണിക്ക് പാലാ രൂപതയുടെ ഏറ്റവും അഭിനന്ദനീയ അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുകയാണ്. മെയ് 19 അൽഫോൻസാമയുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അൽഫോൻസാമ നവസന്യാസിനിയായിട്ട് സന്യാസ വസ്ത്രം ഈ ഭരണങ്ങാനം പള്ളിയിൽ വെച്ച് സ്വീകരിക്കുന്നത് മെയ് 19 അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മെയ് 19 ഈ സ്ലീവ പ്രോഗ്രാം ഔപചാരികമായി അഭിനന്ദ പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നത്. അൽഫോൻസിയൻ സ്പിരിച്വാലിറ്റി സെന്ററിലെ വൈദികരുടെ നേതൃത്വത്തിൽ ഭരണങ്ങാനം അൽഫോൻസ വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള 101 അംഗ കമ്മിറ്റിയും പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. 19 പന്തക്കുസ്താ തിരുനാൾ ദിവസം എല്ലാ വർഷവും തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തിവരുന്ന ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങും നടക്കും. അന്നേ ദിവസം രാവിലെ 7:30 പാലാ രൂപതാ മെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുട്ടികൾക്ക് ആദ്യാക്ഷരം എഴുതിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ.